പ്രൈസ് ലോർഡ്. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. जय मसीह की प्रार्थना करके हम इस अध्ययन का आरंभ करेंगे। ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ദൈവവചനം സംസാരിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണേ. मेरे पिता, मेरे प्रभु परमेश्वर, आपके वचन को बताने और सीखने के लिए आप हमें सामर्थ्य दीजिए അത് ഉച്ചരിക്കുവാൻ ഞങ്ങളുടെ നാവുകളെയും അധരങ്ങളെയും തിരുമണി ശുദ്ധീകരിക്കണേ. और उसको उच्चारण करने के लिए हमारे अधरों को आप शुद्ध करिए पिता। കേട്ട് ഗ്രഹിക്കുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ചെവികളെയും ഹൃദയങ്ങളെയും നിർമ്മലീകരിക്കണേ. और उसको सुनने के लिए आपके बच्चों के कानों और हृदयों को आप पवित्र करिए। ഇന്നത്തെ വചന പഠനം ഞങ്ങൾക്കൊരു അനുഗ്രഹമാകണേ. और आज का ये बाइबल अध्ययन हमारे जीवन में एक अनुग्रह का कारण बनने पाए। അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो प्रभु यीशु मसीह के ही नाम से ആമേൻ. आमीन। ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 2-3 ആശയങ്ങൾ ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടും. आज मैं अपने आप को प्रभु यीशु मसीह के सन्निधि में समर्पित करता हूँ यूहन्ना के प्रकाशित वाक्य के किताब को सीखने में। ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. बाइबल की सबसे आखिरी पुस्तक है प्रकाशित वाक्य। കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തി അദ്ദേഹം തൻ്റെ രാജാവിൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ട് പത്മോസ് എന്ന ദ്വീപിലേക്ക് പോയി. प्रभु यीशु मसीह का चेला यूहन्ना, जिसको राजा ने देश निकाला कर एक ऐसे स्थान में उसको दंड के रूप में स्थापित किया था जिसको पद्मोस का टापू कहते हैं। ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ വളരെ പീഡ സഹിച്ചാണ് അവർ ദൈവത്തിനു വേണ്ടി നിലനിന്നത്. शुरुआती कलीसिया जो है बहुत दंड सहते हुए परमेश्वर के विश्वास में स्थिर रही। ആ കൂട്ടത്തിൽ യോഹന്നാനെ എണ്ണയിലിട്ട് പൊരിച്ചു കൊല്ലുവാനാണ് രാജാവ് തീരുമാനിച്ചത്. उसमें यूहन्ना जो चेला था उसको गरम तेल में डालकर उबालने वाले ऐसा दंड उसको दिया गया। ചരിത്രം പറയുന്നത് അദ്ദേഹത്തെ തിളച്ച എണ്ണയിലേക്ക് ഇടുകയും എണ്ണ തണുത്തുപോയി. इतिहास बताती है कि गरम तेल में जब यूहन्ना को डाला गया वो तेल जो है ठंडा पड़ गया। രാജാവ് ഭയന്നു, തൻ്റെ ദാസന്മാർ ഭയന്നു. राजा डर गया, उसके दास भी डर गए। ഒരുത്തനെ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിയപ്പോൾ എണ്ണ തണുത്തെങ്കിൽ ഇവനോട് ഇനി എന്തോ ചെയ്യും? क्योंकि एक व्यक्ति को उबलते हुए तेल में डाले तो अब उसका कुछ हानि ना हुआ तो उस व्यक्ति के ऊपर क्या करे? ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിൽ മാനസാന്തരപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. अब बाइबल हमें ऐसे भी राजाओं के बारे में बताती है जो इन सारी चीजों को देखने के बाद उनका मन बदल गया। പക്ഷേ ഡൊമിനിയൻ ചക്രവർത്തി അങ്ങനെ ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും കഠിനപ്പെട്ടു. लेकिन डोमिनियन नामक सम्राट वो ऐसा नहीं था। ये सब देखने के बावजूद भी उसका हृदय कठिन होता गया। അദ്ദേഹം പറഞ്ഞു ഇവനെ നാട് കടത്തണം. उन्होंने यह निर्णय लिया कि इस व्यक्ति को देश निकाला कर दे। ഈജിയൻ കടലിലുള്ള പത്മോസ് എന്ന ദ്വീപായിരുന്നു അക്കാലത്ത് കുറ്റവാളികളെ നാട് കടത്തി കൊല്ലുന്ന നാട്. और ईजियन नामक एक नहर के पास एक स्थित पद्मोस नामक टापू पर इस व्यक्ति को वहां पे बंद कर दे। അങ്ങനെ യോഹന്നാൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടു. इस प्रकार यूहन्ना जो चेला था उसको पद्मोस के टापू पर जो है बंद कर दिया। ആഴ്ചയുടെ ഏത് ദിവസമാണ് യോഹന്നാൻ അവിടെ എത്തിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. किस दिन और किस समय पर यूहन्ना वहां पे पहुंचा, वो कौन सा साप्ताहिक दिन था, वो हम नहीं जानते हैं। പക്ഷേ അതിന് തൊട്ടടുത്തുള്ള ഞായറാഴ്ച രാവിലെ യോഹന്നാൻ ആരാധനയ്ക്ക് വേണ്ടി തയ്യാറായി. लेकिन हम यह पढ़ सकते हैं कि उसके तुरंत जो नजदीकी साप्ताहिक सबत का दिन था उस दिन वो आराधना करने के लिए तैयार हुआ। നേരെ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം എഫെസോസിലുള്ള സഭയോടുകൂടെ അവിടെ ആരാധിച്ചവനാ. क्योंकि उसके पिछले सबत के दिन वो एफेसोस के आराधनालय में अपने जन के साथ आराधना की थी। ഈ ഞായറാഴ്ച അദ്ദേഹത്തിന്റെ കൂടെ ആരാധിക്കാൻ മറ്റാരുമില്ല. താൻ ഒറ്റയ്ക്ക് ആരാധനയ്ക്ക് തയ്യാറായി. लेकिन इस रविवार को उस यूहन्ना के साथ आराधना करने के लिए कोई नहीं था क्योंकि वो उस टापू पर अकेला था। ഒറ്റയ്ക്ക് ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ശബ്ദം കേട്ടു. जब वो अकेले आराधना में था तो उसके पीछे एक शब्द उसको सुनाई दिया। ഇടിമുഴക്കത്തിനൊത്ത ശബ്ദമായിരുന്നത്. एक गरजने वाले शब्द के समान था वो। തന്നോട് സംസാരിക്കുന്ന ശബ്ദം എന്തെന്ന് കാണേണ്ടതിന് യോഹന്നാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. वो शब्द क्या था उसको जानने के लिए यूहन्ना पीछे पलट कर देखा। തിരിഞ്ഞു നോക്കിയപ്പോൾ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ദിവ്യ രൂപം തൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. तो उसने जब मुंह फेरा तो उसने 7 दीवटों के बीच में मनुष्य के पुत्र सदृश सीने में सोने का पटका बांधे हुए प्रभु यीशु मसीह का दर्शन वो करता है। യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഞാൻ നിന്നെ ചിലത് കാണിക്കാൻ പോകുകയാണ്. നീ കാണുന്നത് ഒരു പുസ്തക ചുരുളിൽ പകർത്തി എഴുതണം. और प्रभु यीशु मसीह ने उस समय यूहन्ना से कहा कि मैं तुम्हें कुछ चीजें दिखाने वाला हूं और जो चीज तुम देखोगे उसको जो है एक पत्र में तुम लिख लो। 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് താൻ ഈ കാഴ്ച കാണുന്നത്. पहले यूहन्ना के प्रकाशित वाक्य के पहले अध्याय के 12वें आयत में हम जो है इन आयतों को पढ़ते हैं। ദയവായി ഒന്ന് വായിച്ചാട്ടെ. 1:12. प्रकाशित वाक्य 1 का 12 हम पढ़ेंगे। तब मैंने उससे जो मुझसे बोल रहा था
देखने के लिए अपना मुंह फेरा और पीछे घूमकर मैंने सोने की 7 दीवटें देखी और उन दीवटों के बीच में मनुष्य के पुत्र सदृश एक पुरुष को देखा जो पांवों तक का वस्त्र पहने और छाती पर सोने का पटुका बांधे हुए था। ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 7 പൊൻനിലവിളക്കുകൾ കണ്ടു. मैंने जब पीछे मुंह फेरा तो मैंने पीछे घूमकर सोने की 7 दीवटें देखी. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മനുഷ്യപുത്രനോട് സദൃശനായ യേശുവിനെ കണ്ടു. और उन दीवटों के बीच में मनुष्य के पुत्र सदृश एक पुरुष को देखा जो पांवों तक वस्त्र पहने था. അവന്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരുന്നു. और उसके छाती पर सोने का पटुका बांधे हुए അവൻ था. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നീ കാണുന്നത് ഒരു പുസ്തകച്ചുരുളിൽ എഴുതണം. और उसने कहा कि जो तुम देखते हो उसको एक पुस्तक में लिख लो അത് സഭകൾക്ക് അയച്ചു കൊടുക്കണം. और उसको कलीसियाओं में भेज दो. സാധാരണ പ്രവാചകന്മാരോട് ഇടപെടുന്നത് പോലെ അല്ല ഇവിടെ യോഹന്നാനോട് ഇടപെടുന്നത്. साधारण जिस प्रकार भविष्यवक्ताओं से परमेश्वर बात करता है उस प्रकार യോഹന്നാൻ से बात परमेश्वर ने नहीं की. സാധാരണ ആളുകളുടെ ഹൃദയത്തിൽ ദൈവം ഒരു ആലോചന കൊടുക്കുകയും അവരവരുടെ സ്വന്തം വാചകങ്ങളിൽ അത് എഴുതുകയും ചെയ്യും. साधारण रूप में परमेश्वर अपने नबियों के हृदय में कुछ बातों को करता है और वो बातें भविष्यवक्ता अपनी ही आवाज में अपने ही रूप में वो लिखता है. ഇവിടെ യേശുക്രിസ്തു എഴുതി കൊടുത്തത് അദ്ദേഹം പകർത്തി എഴുതുക മാത്രം മതിയായിരുന്നു. വാചകങ്ങൾ പോലും ദൈവത്തിൻ്റെതാണ്. लेकिन यहाँ पे एक मुख्य बात यह है कि जो चीज परमेश्वर का वचन है वैसे ही യോഹന്നാൻ को लिखने के लिए प्रभु यीशु मसीह ने कहा. 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 7 दीवटों के बीच में खड़े हुए एक मनुष्य का सदृश रूप उन्होंने देखा. പിന്നത്തേതിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. और उसके बाद उसकी व्याख्यान उसके बारे में बताया गया. 7 നിലവിളക്ക് എന്നത് 7 സഭകളാണ്. 7 जो दीवटें हैं वो 7 कलीसियाएं हैं. എന്താണ് 7 സഭകൾ? कौन सी हैं ये 7 कलीसियाएं? 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. पहले प्रकाशित वाक्य उसके पहले अध्याय के 19 और 20 आयतों को हम पढ़ेंगे. इसलिए जो बातें तूने देखी है और जो बातें हो रही है और जो बातें इसके बाद होने वाली है उन सब को लिख ले. നീ കണ്ടത് ഇപ്പോഴുള്ളതും ഇനി മേലാൽ സംഭവിപ്പാൻ ഉള്ളതുമാണ്. तूने जो बातें हो रही है और उसके बाद जो होने वाली है उनको देख ले. 7 നിലവിളക്ക് 7 സഭകളാണ്. 7 जो दीवटें हैं वो 7 कलीसियाएं हैं. 7 സഭകൾ എന്നാൽ എന്ത്? 7 कलीसियाएं माने क्या? നീ കണ്ടത് ഇപ്പോഴുള്ളതും മേലാൽ സംഭവിപ്പാൻ ഉള്ളതുമാണ്. तूने जो देखी है वो बातें हो रही है और इसके बाद होने वाली है. ഇന്ന് നീ ദൈവസഭ കാണുന്നു. ദൈവസഭ ഇന്നുണ്ട്. आज तू कलीसिया को देख रहा है क्योंकि कलीसिया है इस जगह पर. ഇനിയും ചിലതെല്ലാം ചിലയിടത്തെല്ലാം സഭകൾ ഉണ്ടാകും. ചില സഭകളും കൂടെ രംഗത്ത് വരും. और भी आने वाले समय में ऐसी बहुत सारी कलीसियाएं होंगी इस धरा पर. അഥവാ ദൈവസഭ ഇന്നുണ്ട്, അതിനി തുടരുന്നതാണ്. और ये कलीसिया आज के समय पे है, आने वाले समय पे भी होंगी. ഇതെല്ലാം കൂടെ ചേർത്താണ് നിന്നെ കാണിക്കുന്നത്. और ये सारी चीज मिलाकर मैं तुम्हें आज ये दर्शन दिखा रहा हूँ. വേറൊരു ഭാഷയിൽ സഭയുടെ ആകമാനമായ ചരിത്രത്തെ 7 കാലഘട്ടങ്ങളായി തിരിച്ച് യോഹന്നാനെ കാണിക്കുകയാണ്. दूसरे भाषा में मैं कहूं कि आने वाले समय काल के 7 कलीसियाओं का जो 7 समय काल में बीता गया उसका दर्शन യോഹന്നാൻ को प्रभु यीशु मसीह दिखा रहे हैं. ഒരു പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം എന്നിങ്ങനെ വേർതിരിച്ച് എഴുതാറുണ്ട്. जिस प्रकार एक पुस्तक को हम पहले अध्याय, दूसरे अध्याय, तीसरे अध्याय में विभाजित करके लिखते हैं. സഭാ ചരിത്രവും ഒരു 7 അധ്യായങ്ങളായി എഴുതുവാൻ ആവശ്യപ്പെടുകയാണ്. इसी प्रकार कलीसिया का इतिहास भी जो है विभिन्न अध्यायों के रूप में जो है യോഹന്നാൻ को प्रकाशन के रूप में दिखाया ഇത് गया. മുഴുവനും പ്രവചനാത്മാവിലാണ്. और ये सारी चीज भविष्यवाणी के रूप में है. സഭയുടെ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അനുഭവവും ഇനി വരുവാനുള്ള അനുഭവങ്ങളും ചേർത്ത് 7 അധ്യായങ്ങളായി എഴുതണം. और इस प्रकार जो पहली सदी की कलीसिया थी उसके साथ जो हो रहा था और आने वाले कलीसियाओं का जो भविष्य था उसको सब मिलाकर एक सारांश उसको लिखना था. സാധാരണഗതിയിൽ നമ്മൾ അധ്യായങ്ങൾ എഴുതുന്നത് 1, 2, 3, 4 എന്ന് 7 വരെ തിരിച്ചായിരിക്കും. साधारण रूप में हम जब अध्याय को लिखते हैं तो 1, 2, 3, 4 करके 7 अध्याय को लिखते हैं. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. लेकिन यहाँ पर ऐसा नहीं है. 1, 2 എന്ന അക്കത്തിന് പകരമായി ചില പേരുകൾ അവിടെ കൊടുക്കുവാൻ തീരുമാനിച്ചു. 1, 2 अध्याय करके ना लिखते हुए वहां पे किन्हीं नाम के द्वारा विशेषित किया गया है. ചില സ്ഥലങ്ങളിൽ മുറികൾക്ക് നമ്പർ ഇടാറുണ്ട്. വേറെ ചില സ്ഥലങ്ങളിൽ നമ്പറിന് പകരം പേരുകൾ ഉപയോഗിക്കും. आपने कभी देखा होगा किसी कमरे का नंबर ना लिखते हुए उन कमरों को नाम से विशेषित किया जाता है. ഇവിടെ സഭയ്ക്ക് 7 പേരുകളിൽ അതിനെ വിളിക്കുവാൻ പറഞ്ഞു. സത്യത്തിൽ ഇത് 7 അധ്യായങ്ങളാണ്. और यहाँ पे कलीसियाओं को नाम से विशेषित किया गया है और वो अध्यायों के रूप में नहीं. നിന്നെ കാണിക്കുന്നത് 7 സഭകൾക്ക് 7 പേരിൽ 7 കാലഘട്ടങ്ങളിലേക്ക് പ്രവചനാത്മാവിൽ എഴുതി അറിയിക്കുക. इन वे 7 कलीसियाओं के दूत है जो 7 समय काल पे जो होंगे इन सारों को तू जो है लिखा.
ഒന്ന്, നീ അറിയേണ്ടത് ഞാൻ 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാണ്. पहला कि मैं 7 दीवटों के मध्य में विराजित मनुष्य मैं परमेश्वर हूँ. എൻ്റെ കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട്. मेरे हाथ में 7 तारे हैं. 7 വിളക്ക് എന്നത് 7 സഭകളാണ്. 7 दीवटें 7 कलीसिया को दिखाती हैं. അതിന്റെ നടുവിലാണ് ഞാൻ നടക്കുന്നത്. उसके बीच में मैं फिरता हूँ. അഥവാ ഞാൻ സഭയുടെ കേന്ദ്ര ബിന്ദുവാണ്. इसका अर्थ है कि मैं कलीसिया का केंद्र बिंदु हूँ. എൻ്റെ സഭയുടെ 7 കാലഘട്ടങ്ങളെ വട്ടത്തിൽ നിർത്തിക്കൊണ്ട് അതിന്റെ നടുവിൽ ഞാൻ ഉലാവുന്നവനാണ്. ഞാൻ സഭയുടെ കേന്ദ്ര ബിന്ദുവാണ്. मैं अपनी कलीसियाओं का 7 समय काल के बीच में फिरता हुआ वो परमेश्वर हूँ. എൻ്റെ കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട്. मेरे हाथ में 7 नक्षत्र हैं, 7 सितारे हैं. പിന്നത്തേതിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതി 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാണ്. और ये 7 तारे जो हैं ये 7 कलीसियाओं के दूतगण हैं. 7 സഭകളുടെ ദൂതന്മാർക്ക് വേണ്ടി 7 ലേഖനങ്ങൾ എഴുതുകയാണ്. और इन 7 दूतों के लिए 7 लेख जो है यहाँ पे लिखा जा रहा ഈ है. പഠനത്തിന്റെ അവസാനമായി നമ്മൾ ഒരു വാക്യത്തിൽ വരും. इस अध्ययन के अंत में हम एक वचन पर आएंगे ഇപ്പോഴേ അതിനെക്കുറിച്ച് ഒരു സൂചന പറയട്ടെ. और उसके बारे में अभी आपको सूचित करता हूँ. 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. 3 अध्याय का 20वां आयत. 3:20 3:20. 3 का 20 हम पढ़ेंगे. देख, मैं द्वार पर खड़ा हुआ खटखटाता हूँ. यदि कोई मेरा शब्द सुनकर द्वार खोलेगा तो मैं उसके पास भीतर आकर उसके साथ भोजन करूँगा और वह मेरे साथ. തേണ്ട ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. देखो मैं द्वार पे खड़ा खटखटाता हूँ. സഭയുടെ കേന്ദ്ര ബിന്ദുവായി 7 നിലവിളക്കുകളുടെ നടുവിൽ നിന്നവൻ 3-ാമത്തെ അധ്യായം വന്നപ്പോൾ പറയുകയാണ്, ഞാൻ വാതിക്കൽ വെളിയിൽ നിൽക്കുകയാണ്. इन 7 दीवटों के बीच में स्थिर पर पिता प्रभु यीशु मसीह 7 कलीसियाओं के जो केंद्र बिंदु है वो एक समय पे आकर कलीसिया से इस प्रकार कहता है कि मैं द्वार पर खड़ा खटखटा रहा हूँ. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം സഭയുടെ അന്തിമ കാലഘട്ടമാണ്. ഉള്ളിലായിരുന്ന ക്രിസ്തു സഭയുടെ പുറത്തായി പോയ ചരിത്രമാണ് 7 കാലഘട്ടങ്ങളിലായി കാണുന്നത്. 3 का 20 अगर आयत हम पढ़ेंगे वो आखिरी कलीसिया को लिखा गया वो पत्र है जिसमें प्रभु यीशु मसीह कलीसिया के भीतर नहीं लेकिन कलीसिया के बाहर वो स्थित हो गए हैं और वहां पे खड़े होकर वे कलीसिया से कहते हैं कि मैं द्वार पे खड़ा खटखटा रहा हूं. നൂറ്റാണ്ടുകളായി സഭയ്ക്കുണ്ടായ നഷ്ടം, ക്രിസ്തു സഭയുടെ വെളിയിൽ പോയത്, ഇതിന്റെ ഉയർച്ച താഴ്ച നഷ്ടം എല്ലാം ചിത്രീകരിക്കുന്ന 7 ലേഖനങ്ങൾ. सदियों से जो कलीसिया के अंदर और बाहर जो परिस्थितियां हो रही हैं उसके कारण क्या हुआ कि जो प्रभु यीशु मसीह जो कलीसिया के भीतर होना चाहिए वो आखिर समय में कलीसिया के बाहर हम देख पा रहे हैं. ഇതിലേക്കാണ് ഇന്ന് നാം വിരൽ ചൂണ്ടുന്നത്. और यहाँ पे आज हम अपनी उंगलियां उठाएंगे. 1-ാം സഭയുടെ ചരിത്രം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. पहली कलीसिया का जो संदेश है वो 2 अध्याय के पहले आयतों में हम पढ़ सकते हैं. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ 1-ാം സഭാ കാലഘട്ടമാണ്. पहली जो कलीसिया का जो लेख है वो पहले आयत से लेकर 7 आयत तक है. ഇതിന് എഫെസോസ് കാലഘട്ടം എഫെസോ സഭ എന്ന് വിളിക്കുന്നു. इसको जो हम एफेसोस की कलीसिया या एफेसोस का समय काल हम कह सकते हैं. ഈ ലേഖനങ്ങളുടെ ഒരു പൊതു സ്വഭാവം, और इस संदेशों का जो स्वभाव हम चरित्र देख सकते हैं, എല്ലാത്തിനകത്തും സഭയുടെ പ്രധാന ശുശ്രൂഷകനെ ദൂതനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. और यहाँ पे जो मुख्य रूप में जो संदेश है उस कलीसिया के दूत को जो है केंद्रित करके है. യേശുവാണ് സംസാരിച്ചു തുടങ്ങുന്നത്. और प्रभु यीशु मसीह बात करते हुए शुरू करते हैं. ഈ 7 ലേഖനങ്ങളിലും 7 കാലഘട്ടങ്ങളിലും യേശു അതാത് സഭകളുടെ നേതാവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നു. और इन 7 कलीसियाओं में यानी 7 समय काल में प्रभु यीशु मसीह वहां के स्वर्गदूतों को कहते हुए अपने कथन की शुरुआत करते हैं. സംസാരിച്ച് തീരുമ്പോൾ പറയുന്നു ആത്മാവാണ് സംസാരിക്കുന്നത്. और जब वो कथन समाप्त होता है तो इस प्रकार वहां पे हम पढ़ते हैं कि आत्मा बात कर रही है. യേശു സംസാരിച്ചു തുടങ്ങി, ആത്മാവ് സംസാരിച്ചു നിർത്തി. प्रभु यीशु मसीह ने बात करके आरंभ किया, पवित्र आत्मा ने उसको विराम दिया. അഥവാ യേശുവും പരിശുദ്ധാത്മാവും ചേർന്ന് എഴുതുന്ന ലേഖനങ്ങളാണ്. दूसरे शब्दों में मैं कहूं तो प्रभु यीशु मसीह और पवित्र आत्मा ने साथ में इन लेखकों को लिखा है. സഭയുടെ പ്രധാന ശുശ്രൂഷകന് അഥവാ സഭയുടെ ദൂതന് എഴുതി തുടങ്ങും. और जो उस कलीसिया का नियमित स्वर्गदूत है उसके नाम से और उसके लिए इन संदेशों को लिखा गया है. എല്ലാ സഭകളിലുമുള്ള എല്ലാ ചെവിയുള്ളവർക്കും അനുസരിക്കുന്നവർക്കും വേണ്ടി എഴുതി അവസാനിപ്പിക്കും. सभी कलीसियाओं के लिए, सभी समय काल के लिए सुनने और उन आज्ञाओं को पालन करने के लिए इन संदेशों को लिखा गया है. ഓരോ ലേഖനങ്ങളും ഓരോ സഭയോട് വ്യക്തിപരമാണെങ്കിലും
हर एक लेख जो है हर एक कलीसिया के लिए केंद्रित है, तो भी എല്ലാ ലേഖനങ്ങളും എല്ലാ സഭയിലുമുള്ള അനുസരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. यह निश्चय है कि वहां बैठे और सुनने वाले हर एक लोगों को ये लेख जो है महत्वपूर्ण है. തുടർന്ന് ഓരോ സഭകളുടെ നന്മകളെ കുറിച്ച് എടുത്തു പറയും. यहाँ पे एक और खास बात है, हर एक कलीसिया की अच्छाई वहां पे बताई जाती है. രണ്ട്, അതിന്റെ തിന്മകളെ കുറിച്ച് എടുത്തു പറയും. दूसरा, उनकी बुराई भी बताई जा रही है. അതിന്റെ വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും ഒരുപോലെ ഓർമ്മിപ്പിക്കും. उसका श्रेष्ठ भाग और जो उसका निचला भाग है वो सारी चीज भी यहाँ पे बताया जा रहा है. മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടുവാനും ജയിക്കുവാൻ ആവശ്യമുള്ളവർ ജയിക്കുവാനും ആവശ്യപ്പെടും. जहाँ पे मन फिराव की जरूरत है वहां पे उसको करने के लिए कहता है, जहाँ पे जीतने की जरूरत है वहां पे वहां करने के लिए परमेश्वर निर्देश दे रहे हैं. എന്തിന്? 7 സഭകളുടെയും അവസാനത്തിൽ ക്രമീകരണം നടത്തുന്നവർക്കുള്ള പ്രതിഫലം പറയും. और आखिर में प्रभु यीशु मसीह वो जो अपने आप को संभाल रहे हैं, सही कर रहे हैं, और उनको क्या प्रतिफल मिलेगा उसके बारे में भी कहा जा रहा है. ക്രമീകരണം പ്രാപിക്കാത്തവർക്കുള്ള ശിക്ഷയും അവിടെ തന്നെ പറയും. और वो जो अपने आप को संभाल और सही नहीं कर रहे हैं उनको क्या दंड मिलेगा वो भी बताया जा रहा है. നമുക്ക് സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. आइए हम इन कलीसियाओं के भीतर क्या बात बोली जा रही है. 7 നക്ഷത്രങ്ങൾ വലങ്കയ്യിൽ പിടിച്ചുകൊണ്ട് अपने हाथ में जो है 7 सितारों को थामे हुए 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. और 7 दीवटों के बीच में फिरता हुआ प्रभु यीशु मसीह. വായിക്കാം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം 1-ാം സഭയോട്. इस प्रकार जो है इफिसुस की कलीसिया को दूसरे अध्याय के पहले आयतों में हम पढ़ते हैं. इफिसुस की कलीसिया को दूत को यह लिख, जो 7 तारे अपने दाहिने हाथ में लिए हुए है और जो सोने की 7 दीवटों के बीच में फिरता है, वह यह कहता है कि मैं तेरे काम और तेरे परिश्रम और तेरे धीरज को जानता हूँ. और यह 1-ാമത്തെ സഭയോടുള്ള സെൽഫ് ഇൻട്രഡക്ഷൻ, സ്വയം പരിചയപ്പെടുത്തൽ കാണാം. यहाँ पे प्रभु यीशु मसीह पहले जो कलीसिया है, पहले समय काल के कलीसिया को किस प्रकार अपना परिचय देते हैं. ഒന്ന്, ഞാൻ 7 സഭകളുടെ നടുവിൽ നിൽക്കുന്നവനാണ്. कि मैं 7 जो है दीवटों के बीच में फिरता हुआ हूँ. 1-ാം സഭയോട് എനിക്ക് എത്രയും അടുപ്പമുണ്ട്, അതേ അടുപ്പം തന്നെ ഒടുവിലത്തെ സഭയോടുമുണ്ട്. और जितना मेरा पहचान और मेरा जो बुलाहट और प्रेम पहली कलीसिया से है उतना आखिरी समय पे भी है. ദൈവത്തിന് മുഖപക്ഷമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. क्योंकि परमेश्वर जो है किसी से फेरबदल नहीं करता है, सभी को एक समान देखता है. എന്റെ കലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, 7 സഭകളുടെ ദൂതന്മാരും എന്റെ കയ്യിൽ ഇരിക്കുന്നവരാണ്. मेरे हाथ में जो है तारागण 7 तारागण हैं, वो सारे 7 कलीसिया के दूतगण मेरे हाथ में ही हैं. ഈ പരിചയപ്പെടുത്തലോടുകൂടെ തന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. और इस परिचय के साथ परमेश्वर अपना संदेश का आरंभ करते हैं. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സഹിഷ്ണുതയും നിന്റെ പ്രയത്നവും ഒരുപോലെ അറിയുന്നു. मैं तेरे परिश्रम, तेरे धीरज और तेरे काम को भी जानता हूँ. ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. पहला कि मैं तेरे काम को जानता हूँ. ദൈവം എന്നെ അറിയുന്നത് വേറൊരാൾ പറഞ്ഞു കേട്ടല്ല, ദൈവം എന്നെ നേരിട്ട് അറിയുകയാണ്. परमेश्वर मेरे बारे में दूसरे किसी के द्वारा कहे जाने पर नहीं जानता, लेकिन मेरे कामों से जानता है. എന്റെ സ്നേഹിതന്മാരെ കുറിച്ച് ഞാൻ അറിയുന്നത് അവർ പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ ആണ്. मैं अपने दोस्तों या अपने स्नेहियों के बारे में अगर जानूं तो किसी और के माध्यम से उनके बारे में कही हुई बातों के द्वारा जानता हूं. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അറിയുന്നത് വേറൊരാൾ പറഞ്ഞിട്ടല്ല, നേരിട്ടുള്ള പരിചയം. लेकिन जब मैं अपने बच्चों का परिचय और उनके बारे में जब सुनता हूं, जानता हूं, तो मेरा उनका सीधा परिचय होता है, किसी और के माध्यम से नहीं. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. मैं तेरे काम को जानता हूं. എന്റെ പ്രവൃത്തികളെ കാണുന്നവനായ ദൈവം. मेरे कामों को जानने वाला परमेश्वर. സഹോദരന്മാരെ സഹോദരിമാരെയും നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവം അറിയുന്നു. मेरे भाइयों, मेरे बहनों, आपके कामों को परमेश्वर जानता है. 2, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. दूसरा, मैं तेरा परिश्रम जानता हूं. എന്താ പ്രവൃത്തിയും പ്രയത്നവും തമ്മിലുള്ള വ്യത്യാസം? तेरा काम और तेरा परिश्रम, इसमें भी अंतर क्या है? പ്രവൃത്തി എന്നതുകൊണ്ട് ചെയ്തെടുക്കുന്ന ക്രിയ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പ്രയത്നം എന്നതുകൊണ്ട് അതിന്റെ മുമ്പിൽ വിലമുടക്കുന്നതിനെ കാണിക്കുന്നു. काम जिसका अर्थ यह है कि उसको करने की क्रिया जो आप करते हो, लेकिन परिश्रम वो चीज है जिसको उस क्रिया को करने के लिए क्या दाम आपने चुकाया है. സഭാ ഹാളിൽ നിന്ന് 100 അടി മാത്രം ദൂരമുള്ള അല്ലെങ്കിൽ 100 മീറ്റർ ദൂരമുള്ള ഒരു വ്യക്തി വന്ന് സഭയിൽ ആരാധിക്കുവാൻ സമയത്തിനെത്തി എന്നിരിക്കട്ടെ. उदाहरण के लिए एक व्यक्ति जिसका घर जो है कलीसिया से सिर्फ 100 मीटर की दूरी पर है और वो आराधना करने के लिए समय पर वहां രാവിലെ पहुंचता है കറക്റ്റ് സമയത്തിന് ആളെത്തും. और सुबह सही समय पर वो पहुंच जाता है. 20 കിലോമീറ്റർ അകലെ താമസിക്കുന്ന വേറൊരാളിനെ ഓർത്തു നോക്കൂ. और दूसरा वह व्यक्ति को आप सोचिए जो 20 किलोमीटर दूर रहता है कलीसिया से. അദ്ദേഹം ഇതേ സമയത്ത് ഇവിടെ എത്തണമെങ്കിൽ
വളരെ കൂടുതൽ വില മുടക്കണം. और उसको सही समय पर आराधनालय में पहुंचने के लिए ज्यादा दाम चुकाना पड़ेगा. പ്രവൃത്തിയിൽ ക്രിയയിൽ രണ്ടുപേരും 8 മണിക്ക് സഭാരാധനയ്ക്ക് എത്തി. काम और परिश्रम में दोनों व्यक्तियों ने 8 बजे आराधनालय में पहुंच गए. പക്ഷേ ഒരാൾ 20 കിലോമീറ്റർ യാത്ര ചെയ്തു വന്നു, വേറൊരാൾ 100 മീറ്റർ യാത്ര ചെയ്തു വന്നു. लेकिन एक व्यक्ति ने सिर्फ 100 मीटर की यात्रा की, दूसरे व्यक्ति ने 20 किलोमीटर की यात्रा की. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. मैं तेरे काम को जानता हूं, मैं तेरे परिश्रम को जानता हूं. എനിക്ക് ഒരു കുടുംബത്തെ അറിയാം, സഭയിൽ നിന്ന് ഏറെക്കുറെ 100 മീറ്റർ അകലെ താമസിച്ചിരുന്നു. मैं एक परिवार को जानता हूं जो कलीसिया से, चर्च से सिर्फ 100 मीटर की दूरी पर थे. 8 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നതെങ്കിൽ 8:05 അവരെത്തത്തുള്ളൂ. लेकिन अगर 8 बजे अगर आराधना शुरू होती है तो वो जो है 8:05 को ही पहुंचते थे. എങ്കിലും 8:05 വന്നല്ലോ, വളരെ സന്തോഷം. लेकिन 8:05 को भी कम से कम पहुंचे, उसके लिए परमेश्वर का धन्यवाद. പക്ഷേ 40 കിലോമീറ്റർ അകലെ താമസിച്ചിരുന്ന വേറൊരു കുടുംബത്തെ എനിക്കറിയാം. लेकिन एक और परिवार को मैं जानता हूं जो 40 किलोमीटर दूर रहते थे. 3 ബസ്സുകൾ മാറി വേണമായിരുന്നു അവർക്ക് സഭാരാധനയ്ക്ക് വരുവാൻ. 3 बस बदलकर उनको आराधनालय में, चर्च में आना पड़ता था. രാവിലെ 4 മണിക്ക് അവർ ഉണരും. और सुबह 4 बजे वो उठते थे. 2 കൊച്ചു കുഞ്ഞുങ്ങളെ ശരിയാക്കി ആ മാതാവും പിതാവും ചേർന്ന് സഭയിൽ വരും. अपने 2 छोटे बच्चों को तैयार करके उनको जरूरी सामान लेकर वो तैयार होते थे. 3 ബസ്സുകൾ മാറി 7 മണിക്ക് മുൻപേ ആരാധനയ്ക്ക് എത്തിയിരിക്കും. और 3 बस बदलकर 7 बजे से पहले ही वो आराधनालय में पहुंच जाते थे. അവർ 7 മണിക്ക് എത്തിയത് കൊണ്ട് ആർക്കും പ്രയോജനമില്ല. 8 മണിക്ക് ആരാധന തുടങ്ങുകയുള്ളൂ. उनके 7 बजे कलीसिया में पहुंचकर किसी को कोई लाभ नहीं, क्योंकि 8 बजे ही आराधना आरंभ होती है. 100 മീറ്റർ അകലെ താമസിക്കുന്ന വ്യക്തി 8:05 വന്നിരിക്കും. 100 मीटर जो नजदीक जो व्यक्ति रहता है वो 8:05 पे पहुंच जाता है. പ്രവൃത്തിയിൽ അദ്ദേഹവും തികഞ്ഞവനാണ്. कामों में वो भी श्रेष्ठ है, പക്ഷേ പ്രയത്നത്തിൽ വളരെ വ്യത്യാസമുണ്ട്. लेकिन परिश्रम में बहुत ही अंतर है. എന്റെ യേശു പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രയത്നം അറിയുന്നു. मेरा प्रभु यीशु मसीह कहता है कि मैं तुम्हारे काम को जानता हूं, तुम्हारे परिश्रम को जानता ഇന്ന് हूं. നമ്മുടെ പ്രയത്നങ്ങൾ വിലയിരുത്തുന്നവനായ ദൈവം നമ്മെ കാണുന്നുണ്ട് എന്നൊരു ഓർമ്മ ഉണ്ടാകട്ടെ. आज आपको यह मैं याद दिलाता हूं कि आपके परिश्रमों को भी देखने वाला प्रभु यीशु मसीह है. അടുത്തത്, ഞാൻ നിന്റെ സഹിഷ്ണുത അറിയുന്നു. और अगला कहते हैं कि वह आपके धीरज को जानते हैं. നിനക്ക് പലതും സഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്, സഹിക്കേണ്ടതായിട്ടുണ്ട്. आपको सहने के लिए बहुत कुछ होगा, दंड, आपको बहुत सारी चीजें आपके जीवन में सहने के लिए होंगी. മുഷിഞ്ഞു പോകാതെ നീ അത് സഹിക്കുന്നുണ്ട്. നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു. लेकिन बिना मनमुटाव के, बिना जो है धैर्य खोए, तुमने धीरज के साथ उसको सहा. അടുത്തത്, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞത് എനിക്കറിയാം. अगला कहते हैं यह भी कि तू बुरे लोगों को देख नहीं सकता. എല്ലാവരോടും ഒരുമിച്ച് പോകുവാൻ സഭയ്ക്ക് കഴിയുകയില്ല. सभी लोगों को एक समान देखते हुए कलीसिया आगे बढ़ नहीं सकती. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ മാനിക്കുകയും ദൈവസഭയുടെ പതിവാണ്. क्योंकि बुरे लोगों को देख नहीं पाना और धर्मियों का जो है उनको उदारता से देखना, ये कलीसिया का एक सौभाग्य है. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. और बुरे लोगों को वो देख नहीं सकता. അത് നിന്റെ നന്മയായി ഞാൻ കാണുന്നു. वो तेरी भलाई के रूप में मैं उसको गिनता हूँ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് എനിക്കറിയാം. अपने आप को प्रेरित कहते हैं, वे हैं नहीं, उन्हें तू परख कर झूठा पाया. ഇവിടെ ഈ ഒരു ഭാഗത്തെ മറക്കരുതേ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരുണ്ട്. यहाँ पे भी आज के दिनों में भी ऐसा होता है कि प्रेरित जो हैं वो लेकिन हैते नहीं हैं, वो अपने आप को प्रेरित करके कहते हैं. നീ അവരെ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. तू उनको परख कर झूठा करके ठहराया, അത് നിന്റെ നന്മയാണ്. वो तेरी भलाई है. അങ്ങനെയാണെങ്കിൽ നന്മകൾ എന്തൊക്കെ നമ്മൾ ഇവിടെ കണ്ടു? तो इस प्रकार कितनी भलाइयों को हमने यहाँ पे इस कलीसिया में ഒന്ന്, देखा. നിന്റെ പ്രവൃത്തി അറിയുന്നു. पहला कि उनके कामों को देखा. 2, നിന്റെ പ്രയത്നം അറിയുന്നു. दूसरा उसके परिश्रम को देखा. 3, നിന്റെ സഹിഷ്ണുത അറിയുന്നു. तीसरा तेरे धीरज को देखा. 4, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞത് അറിയുന്നു. और चौथा कि बुरे लोगों को तू देख नहीं सकता. 5, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളനെന്ന് തെളിയിച്ചു. और दूसरा जो प्रेरित नहीं है लेकिन जो प्रेरित करके कहलाते हैं, उनको परख कर तूने उनको झूठा ठहराया. വീണ്ടും പറഞ്ഞു, നിനക്ക് സഹിഷ്ണുതയുള്ളത് ഞാൻ അറിയുന്നു. अगला और कहते हैं कि तू धीरज धरता है. അതെന്താ ഈ സഹിഷ്ണുത എന്നുള്ള പദം 2 പ്രാവശ്യം? क्यों इस प्रकार धीरज धरने की बात 2 बार कही गई? പലരെയും പരീക്ഷിച്ച് കള്ളന്മാരെന്ന് തെളിയിക്കുമ്പോൾ അവർ പിന്നെയും തിരിഞ്ഞു ഉപദ്രവിക്കും. क्योंकि कई बार धीरज धरने वाले लोग दोबारा भी जो है झूठे फिर कर दूसरे लोगों को दोष कहते हैं. അവരോടും പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ സഹിഷ്ണുതയും വലിയ സഹിഷ്ണുത ഉണ്ടെങ്കിലേ മതിയാകുള്ളൂ. और जो दोबारा उठकर वार करते हैं उनसे जो है लड़ने के लिए तुम्हारे अंदर धीरज का होना जरूरी അങ്ങനെ है. ഒരു കൂട്ടം നന്മകളെ കുറിച്ച് എടുത്തു പറഞ്ഞു. इस प्रकार अनेक जो है कुछ जो है भलाइयां उस कलीसिया के समय काल के बारे में कही गई. അടുത്തത്, നീ എന്റെ നാമത്തിനു വേണ്ടി സഹിച്ചത് എനിക്കറിയാം. और अगला कहते कि मेरे नाम के लिए दुख उठाते हुए करते, यहाँ पे कहा गया है. നീ തളർന്നു പോകാതിരുന്നത് എനിക്കറിയാം. तूने
दुख उठाते हुए थका नहीं करके विशेषण कहा गया है। കുറെയൊക്കെ കഷ്ടം സഹിക്കുമ്പോൾ നമുക്ക് സഹിഷ്ണുത കുറവാണെങ്കിൽ തളർന്നു പോകും. अगर हमारे अंदर धीरज नहीं है तो दुख उठाते वक्त हम शायद थक जाएंगे, മരണത്തോളം പിടിച്ചു നിൽക്കുന്നവർക്കായി സ്തോത്രം. लेकिन जो अपने आखिरी दम तक उस धीरज में रहते हैं उनके लिए धन्यवाद। ഞങ്ങൾ ഓരോരുത്തരെ സ്നാനപ്പെടുത്തി കരയിലേക്ക് കയറ്റുമ്പോൾ തലയിൽ കൈവച്ച് പറയുന്ന ഒന്നുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. जब हम किसी व्यक्ति को बपतिस्मा के समय पर बपतिस्मा देकर जब वापस आखिर में देते हैं तो हम उसके सिर पर हाथ रख इस प्रकार प्रार्थना करते हैं कि तू अपनी मृत्यु तक विश्वसनीय रहे, तब तू जीवन का मुकुट प्राप्त करेगा। എന്നിട്ട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. लेकिन आखिर में यहाँ पे हम एक गलती इस कलीसिया के ऊपर पढ़ते हैं कि तूने अपना पहला प्रेम छोड़ दिया। ഒരു കൂട്ടം നന്മകൾ പറഞ്ഞു, बहुत ऐसी एक भलाइयों का श्रृंखला वहां पे पढ़ते हैं, പക്ഷേ ഒരു തിന്മയുണ്ട്, അതും പറഞ്ഞേ മതിയാകും. लेकिन उसके मध्य में एक बुराई को भी हम पाते हैं। പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ വന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് ഒരുപാട് നല്ല ഗുണം. काम, परिश्रम, धीरज और बुरे लोगों को देख नहीं पाना, प्रेरितों को जो है नहीं उनको परख कर झूठा ठहराना, ऐसे अनेक जो है भलाइयों को हम पाते हैं। ഒരൊറ്റ പ്രശ്നം, ഒരൊറ്റ കുറവ്, लेकिन एक कमी, एक जो है घटी वहां पे हम पाते हैं ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. कि उसने अपना पहला सा प्रेम छोड़ दिया। അതുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കും. इस कारण से क्या हुआ कि मैं तुझे दंड दूंगा, നീ മാനസാന്തരപ്പെടണം, तू मन फिराना, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം, अपनी जो पहले समान की क्रियाओं को करना, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. अपने पहला सा प्रेम पे तू वापस നീ आना। എഴുന്നേറ്റ് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ तू अगर उठ कर अपना मन नहीं फिराया तो ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. मैं तेरे पास से आकर तेरी दीवटों को उसके स्थान से हटा दूंगा। നാം ഓരോരുത്തരും ഓരോ നിലവിളക്കുകളാണ് എന്ന് മറക്കരുത്. आप ये मत भूलिएगा, हम में से हर एक व्यक्ति एक दीवट है, एक दीपक है। ഞാൻ ഇരുന്ന് പ്രകാശിക്കേണ്ടതിന് ദൈവം എനിക്കായി ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. मुझे उठकर प्रकाशित करने के लिए एक स्थान परमेश्वर ने मेरे लिए तैयार किया है। യേശു പറഞ്ഞു, വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വയ്ക്കേണ്ടത്. और प्रभु यीशु मसीह कहते हैं कि दीपक को जलाकर उसको दीवट में रखा कर। 6 അടി ഉയരത്തിൽ വയ്ക്കുന്ന തണ്ട് കാണാം, और ऐसा भी जगह है जिसको ऊंचाई पे रखा जाता है, 4 അടിയിലുള്ള തണ്ട് കാണാം, जो 4 फीट की ऊंचाई पे रखने वाला भी दीपक है, മേ ബി 3 അടിയിലുള്ള തണ്ട് കാണാം. 3 फीट की ऊंचाई पे रखने वाले भी दीपक हैं। 6 അടിയിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് 3 അടിയിലേക്ക് മാറിയെങ്കിൽ जो 6 फीट में प्रकाशित करने वाला दीपक अगर 3 फीट के ऊंचाई वाले दीपक में बदल जाए, നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി. इसका अर्थ है कि तेरा दीवट का स्थान बदल गया है। ദൈവമേ, എന്റെ നിലവിളക്കൊന്ന് ഉയർന്നു വരുവാൻ എനിക്ക് ജീവിതത്തിൽ ഒരു പ്രമോഷൻ തരണമേ. और प्रभु से हम प्रार्थना की, प्रभु मेरे उस दीवट का स्थान जो है नीचे से ऊपर की तरफ एक प्रमोशन में आप बदल दे। നീ മാനസാന്തരപ്പെടാതെ വന്നാൽ और अगर तू अपना मन ना फिराए, നിനക്ക് പ്രമോഷൻ അല്ല ഡിമോഷൻ ആയിരിക്കും തരിക. तेरा प्रमोशन नहीं लेकिन तेरा डिमोशन वहां पे നീ होगा। മുകളിൽ നിന്ന് താഴേക്ക് താഴും. तू ऊपर से नीचे की ओर गिर जाएगा। ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. तू कहां से गिर गया है उसको समझ कर पहला सा कार्य के आरंभ कर। ഏതാണ് നമ്മുടെ ജീവിതത്തിൽ ബലഹീനത വന്നത്, പ്രശ്നം വന്നത്, हमारे जीवन में क्या बलहीनता आई, क्या मुसीबत അത് आई, ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. उसको याद करके पहला सा कार्य कर। ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതായിരുന്നു നിന്നെ കുറിച്ചുള്ള തിന്മ. तो पहला सा प्रेम छोड़ देना वही तेरे बारे में पहली घटी थी। എന്നിട്ട് ഇവിടെ എടുത്ത് 6-ാം വാക്യത്തിൽ പറയുകയാണ്, उसके बाद उसके 6ठे आयत में हम पाते हैं, എങ്കിലും നിന്നെ കുറിച്ച് അടുത്തൊരു നന്മ എനിക്ക് പറയാനുണ്ട്. पर यहाँ तुम कुछ जो है बातों के बारे में मैं यहाँ पे बताता हूँ तेरे लिए। ഒന്നാം കാലഘട്ട സഭയുടെ ആരംഭം മുതൽ അവസാനം വരെ എടുത്താൽ അവസാനമായപ്പോൾ രണ്ടാമതൊരു നന്മ അവരിൽ ഉണ്ടായി. शुरुआत में पहले समय काल की पहली कलीसिया के बारे में जब यहाँ पे कहा जाता है किन्हीं भलाइयों से शुरू कर एक कमी घटी के बाद एक फिर से एक अच्छाई के बारे में यहाँ पे प्रभु यीशु मसीह कहते हैं, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. क्योंकि तुझ में एक भलाई है कि तू निकलियों के कामों से घृणा करता है। എന്താണ് നിക്കലോവിയർ എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിനോട് ചേർത്ത് ചിന്തിക്കാം. आने वाले अगले स्तर में हम यह सीखेंगे कि क्या है ये निकुलाइयों की बातें। നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെ കുറിച്ച് പറയാനുണ്ട്. निकुलियों के जो बातें हैं उनसे तू घृणा करता है, അത് ഞാനും പകയ്ക്കുന്നു. और उससे मैं भी घृणा करता हूँ, जो अच्छी बात है। ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. जिनके कान हो वह सुन ले कि आत्मा कलीसिया उसे क्या कहती है। ഈ ലേഖനം സംസാരിച്ചു തുടങ്ങിയത് യേശുവാണ്. ये लेख की शुरुआत प्रभु यीशु मसीह ने की।
ഒന്നാമത്തെ സഭയുടെ എഫെസോ സഭയുടെ ദൂതനോടാണ് സംസാരിച്ചു തുടങ്ങിയത്. और इफिसोस के जो दूत है उससे प्रभु यीशु मसीह ने कहकर आरंभ की. എന്നാൽ സംസാരിച്ചു നിർത്തുമ്പോൾ लेकिन जब अपना कथन विराम देते हैं ആത്മാവാണ് സംസാരിക്കുന്നത്. वहां पे आत्मा बात करके विराम കേവലം देती ഒരു है. സഭയോട് മാത്രമല്ല, सिर्फ एक कलीसिया से ही नहीं, എല്ലാ സഭകളിലുമുള്ള हर एक कलीसियाओं से. കേൾക്കുവാൻ ചെവിയുള്ളവരോടെല്ലാം. जिसके कान हो वो सुन ले उन सभी से. കേൾക്കുവാൻ ചെവിയുള്ളതെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അനുസരിക്കുവാൻ തയ്യാറുള്ളവരെന്നത്രേ. जिनके कान हो वह सुन ले, इस शब्द का प्रयोग का अर्थ यह है कि आज्ञा पालन करना. സഭ കേട്ടോ, ഞാൻ നിന്റെ മേൽ ഏത് നാഴികയ്ക്ക് വരുമെന്ന് നീ അറിയത്തില്ല. कलीसिया तुम सुन लो कि तुम नहीं जानते कि किस समय मैं आऊंगा. ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും. और तुम्हारा जो दीवट का स्थान है मैं बदल दूंगा. ജയിച്ചാൽ अगर तुम जीत पाओगे ദൈവത്തിന്റെ ജീവപറുദീസയിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാൻ തരും. तो जो जय पाए मैं उसे उस जीवन के पेड़ में से परमेश्वर के स्वर्गलोक में है फल खाने को दूंगा. ആദം ഹവ്വമാരെ സൃഷ്ടിച്ച ദൈവം ഏദൻ തോട്ടത്തിലാക്കി. आदम और हवा को परमेश्वर ने रचकर अदन की वाटिका में स्थापित किया. ഏദൻ തോട്ടത്തിൽ വെച്ച് അവരോട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. अदन की वाटिका के मध्य में जो स्थित वृक्ष था उस वृक्ष का फल नहीं खाना करके आज्ञा परमेश्वर ने आदम और हवा को दिया. ദൈവം ആദം ഹവ്വമാരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കി और വിട്ടു. फिर बाद में आज्ञा उल्लंघन के कारण आदम और हवा को परमेश्वर ने उस वाटिका से बाहर का रास्ता എന്നാൽ ഈ दिखाया. ഒന്നാം സഭയോട് ഇവിടെ പറയുകയാണ്, लेकिन यहाँ पे पहली कलीसिया से प्रभु यीशु मसीह कहते हैं നിനക്ക് ഞാനൊരു പ്രതിഫലം തരും. कि मैं तुझे एक प्रतिफल दूंगा. ജയിക്കുന്നവന് അതേ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ തിന്മാൻ കൊടുക്കും. जो जय पाए हैं उसी स्वर्ग लोक के जीवन के पेड़ में से फल मैं तुझे दूंगा. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിന്ന് നല്ല പ്രതിഫലം വാങ്ങിപ്പാൻ നമുക്ക് തയ്യാറാകാം. आज हम तैयार रहें कि परमेश्वर की सन्निधि में उस स्वर्ग लोक से उस एक अच्छे फल को हम प्राप्त करने पाएं. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. परमेश्वर पिता हमें उसको पहुंचने में सहायता दे. തുടർന്ന് നമുക്ക് രണ്ടാമത്തെ സഭയിലേക്ക് പ്രവേശിക്കാം. उसके बाद हम दूसरे जो है कलीसिया की तरफ जाएंगे. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. आइए इस अध्ययन की को विराम हम प्रार्थना के साथ दें. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഒന്നാമത്തെ സഭയോടുള്ള ദൂത് അടിയങ്ങൾ ചിന്തിച്ചു. मेरे पिता मेरे प्रभु, पहली कलीसिया का जो संदेश था वो हमने सुना. ഞങ്ങളിൽ ചെവിയുള്ള എല്ലാവരോടും അനുസരിപ്പാൻ തയ്യാറുള്ള ഞങ്ങളോട് എല്ലാവരോടുമാണ് അങ്ങ് സംസാരിച്ചത്. और ये हम विश्वास करते जिसके कान हो वो सुन ले, आज्ञा मानने वाले हम सभी से आपने यह बात की. ദൈവമേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിപ്പാൻ കൃപ തരണേ. और इसको पूरा करने के लिए परमेश्वर पिता आप हमें अनुग्रह അങ്ങയുടെ दीजिएगा. ജനത്തെ അങ്ങ് ആശീർവദിക്കണേ. आपके जन को आप आशीषित करिएगा. അത് യേശുവിൻ നാമത്തിൽ തന്നെ. वो प्रभु यीशु मसीह के नाम से ही ആമേൻ. आमीन.